സുഖേട്ടനെ എനിക്ക് അവസാനം ലാസ്റ്റ് കോള് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വിളിച്ച ആൻ്റണി, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വാഴുന്നൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു, ഇന്ദിരാഗാന്ധിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുഖേട്ടൻ കിടക്കേണ്ട ആവശ്യമില്ല, ആരെയും വിചാരിച്ച് ഓടി അവിടെ ചെന്നപ്പോഴത്തേക്കും മരിച്ചുപോയി, കാണാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഓർക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഗുരുവിന് അന്നൊന്നും എനിക്ക് ജീവിച്ചിരുന്നപ്പോൾ ഒന്നും ഞാൻ അങ്ങോട്ട് ആവശ്യമില്ല. എന്നെക്കൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം പുള്ളിക്കില്ല, സാമ്പത്തികമായിട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ഇങ്ങനെ എല്ലാം ഒരു ടെൻഷനാണ് മൊത്തം. പിള്ളേർ ചെറുതാണ്, ചേച്ചിയുണ്ട്, ഞാനാണ് ഇവിടുത്തെ എല്ലാ ഓടികളെന്നെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഞാൻ നോക്കിയപ്പോൾ സെവൻ ആർട്സിൻ്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്തോ നിർഭാഗ്യവശാൽ പൈസ ഇല്ലാണ്ടാണ് അവിടെ നിന്ന് വന്നത്. ജസ്റ്റ് കാറെടുത്ത് വന്നു, പൈസ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടി വാങ്ങിക്കണം ഈ സുഖേട്ടനെ കൊണ്ടുപോകാനുള്ള. അപ്പം ഞാനിത് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ഞാൻ ഓടി, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുമേഷ് സാമുവലുണ്ട്, എടാ പെട്ടെന്ന് എനിക്ക് ലൊക്കേഷനിൽ പോയി, എനിക്ക് അവിടം വരെ പോയ സമയമില്ല, ഇത് വേണം. ചേട്ടൻ വാ, നമുക്ക് ഈ പരിചയമുള്ള കടയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ ചെന്ന് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ അവിടെ കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് വരെ ഞാൻ പോയി കൂടെ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെയ്തതിന് എനിക്ക് എൻ്റെ ജീവിതത്തിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവസാനം എനിക്കിങ്ങനെ വിളിച്ചപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ എത്താനും ഞാൻ വൈകിപ്പോയി.